നമസ്കാരം. പാമന്റെ ഗീത എന്ന ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 34ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 31ാമത് ശ്ലോകമാണ്. ശ്ലോകത്തിലേക്ക്: നിമിത്താമി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അർജുനൻ ഭഗവാനോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് തുടർച്ചയാണിത്. ഞാൻ ദുർനിമിത്തങ്ങൾ, ദുശകുനങ്ങൾ, അപശകുനങ്ങൾ, ദുർലക്ഷണങ്ങൾ കാണുന്നു. കാണുന്നതെല്ലാം തന്നെ വിപരീതവും പ്രതികൂലവുമാണ്. വേണ്ടപ്പെട്ടവരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് എന്ത് കീർത്തി നേടാനാണ്? എന്ത് ഉയർച്ച ഉണ്ടാകാനാണ്? എന്ത് ശ്രേയസ്സാണ് പുതിയതായി നേടാൻ സാധിക്കുന്നത്? കൂടുതലായി എന്ത് നന്മയാണ് കൈവരിക്കാൻ സാധിക്കുക? ഇങ്ങനെ പോകുന്നു അർജുനന്റെ സംശയങ്ങൾ. അർജുനൻ വിവേകത്തെക്കാൾ ഉപരിയായി വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തം. ശകുനങ്ങളും നിമിത്തങ്ങളുമെല്ലാം അന്ധവിശ്വാസവും അശാസ്ത്രീയവുമാണെന്ന് അന്നത്തെ കാലത്തും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാനസികാവസ്ഥ വികലമാകുമ്പോൾ, മനസ്സിൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുമ്പോൾ, മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ അർജുനനെ പോലെയുള്ള ഒരു വീരശൂര പരാക്രമി പോലും അങ്ങനെയെല്ലാം ചിന്തിക്കാനും നിമിത്തങ്ങൾക്കും ശകുനങ്ങൾക്കും വില കൽപ്പിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണും. അർജുനന് യുദ്ധം ചെയ്യാൻ മാത്രമല്ല, ജയിക്കാൻ തന്നെയുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ആ യുദ്ധഭൂമിയിലേക്ക് തേരിൽ കയറി വന്നത്. എന്നാൽ ഇപ്പോഴോ ജയത്തിന് പകരം പരാജയമാണ് ഉണ്ടാകുക എന്ന ലക്ഷണങ്ങളാണ് അദ്ദേഹം അവിടെ കാണുന്നത്. പ്രതികൂലവും വിപരീതവും എന്നുള്ള ശകുനങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ? ജയവും വേണ്ട, പരാജയവും വേണ്ട, ഈ യുദ്ധം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് അർജുനൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശരിയായതെന്നും ധർമ്മത്തിന് നിരക്കുന്നതെന്നും നീതിക്ക് വേണ്ടിയുള്ളതെന്നും ഒക്കെ അദ്ദേഹം ധരിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റെന്നും അനീതിയെന്നും അധാർമികമെന്നും അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടി എങ്ങനെ വന്നോ അതിനെല്ലാം വിപരീതമായതാണ് സംഭവിക്കുന്നത് എന്നാണ് അർജുനന് അപ്പോഴത്തെ മാനസിക അവസ്ഥയിൽ തോന്നുന്നത്. കടുത്ത ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അർജുനൻ. നമുക്കിനി 31ാമത് ഈ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളും വാചകങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. വിപരീതാനി, വിപരീതമായുള്ള, പ്രതികൂലമായുള്ള, നിമിത്താമി ച പശ്യാമി, ഞാൻ ദുർലക്ഷണങ്ങൾ കാണുന്നു, ഹത്വാ സ്വജനമാഹവേ, ബന്ധുജനങ്ങളെ കൊന്നിട്ട്, ശ്രേയോനുപശ്യാമി, ശ്രേയസ്കരമായിട്ടുള്ളതൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഇതോടെ 31ാമത്തെ ശ്ലോകം അവസാനിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കയ്യിലുള്ള ഭഗവത്ഗീത നിവർത്തി വെച്ച് അതിൽ 31ാമത്തെ ശ്ലോകം എടുത്തിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം. നമ്മൾ അർത്ഥം അറിഞ്ഞ ശേഷം പാരായണം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് എളുപ്പമാകുന്നതായിട്ടും കൂടുതലായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്ന പോലെയും നമുക്ക് തോന്നും. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക. റെഡിയായോ? നിമിത്താമി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നന്ദി, നമസ്കാരം.